ഇന്നത്തേതൊരു വെറൈറ്റി റെസിപ്പിയാണ്. കാൻഡീഡ് ആപ്പിളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. വൈകുന്നേരം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇത് തയ്യാറാക്കാനായിട്ട് ഒരു ഗ്രീൻ ആപ്പിളാണ് വേണ്ടുന്നത്. ഇതൊന്ന് മുറിച്ചെടുക്കാം. 8 പീസായിട്ട് വേണം മുറിച്ചെടുക്കാൻ. എട്ട് പീസായിട്ട് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറമേയുള്ള തൊലിയൊന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം അകത്തെ സീഡും കൂടി ഒന്ന് മാറ്റാം. ആപ്പിളൊക്കെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നോക്കാം. 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1 നുള്ള് ബേക്കിംഗ് പൗഡറും കൂടി ഇടാം. 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. 1 കപ്പ് മാവിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് മാവെന്ന് പറയുമ്പോൾ 125 ഗ്രാമാണ് എടുത്തത്. കട്ടയൊന്നും പിടിക്കാതെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഈ ഒരു പരുവത്തിലാണ് മാവ് കിട്ടേണ്ടത്. ഇനി തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആപ്പിൾ ഈ മാവിൽ മുക്കിയെടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അതിലുണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഓരോന്നും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഒരു 3 മുതൽ 4 മിനിറ്റിനകം തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് കട്ടിയായാൽ ഈ നമുക്ക് ആപ്പിളിൻ്റെ ആ പീസിൻ്റെ ഒരു ഷേപ്പില്ല, ഇത് ഇതുപോലെ കിട്ടുകയില്ല. ഇപ്പോൾ ഫ്രൈ ആകാറായി കഴിഞ്ഞു. ആപ്പിളൊക്കെ വെന്ത് ഇതിനകം നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പായിട്ടുമാണ് ഇരിക്കുക. ഇതിൻ്റെ പുറം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലൈറ്റ് ബ്രൗൺ കളർ ആകാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്നും വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ തന്നെ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. ഇതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടും ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തേനും കൂടി ഒഴിക്കുകയാണെങ്കിൽ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുറം നല്ല ക്രിസ്പാണ്, അതേപോലെ അകം നല്ല സോഫ്റ്റുമാണ്. ഇത് തയ്യാറാക്കി ഒരു അരമണിക്കൂറിനകം തന്നെ കഴിക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ തണുത്തു പോകും.